ഇതാ കണ്ടോ, മുന്തിരിത്തോട്ടം കണ്ടോ നമുക്ക്? എന്താ നോക്കാം അതിനോട് കായ. ഇത് കാണേണ്ട കാഴ്ച. ഇതിന് മരുന്നടിക്കുന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറയുന്നത്, ഒരു മരുന്നും ഒന്നും ചെയ്യുന്നില്ലെന്ന് അവർ പറഞ്ഞത്. ഈ തോട്ടത്തിൽ സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്, വെള്ളം വീഴാൻ വേണ്ടിയിട്ട്. പിന്നെ ചാണകം മാറ്റിയിട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഇവരൊന്നും ചെയ്യുന്നില്ല. നമ്മളിതിനെ കൊണ്ട് ഒരു പൊടി പൊടി പോലെ വരുന്ന ആ സാധനം വൈറ്റ് കളർ, അത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഉള്ളതാണത്, അല്ലാതെ ഇത് മരുന്നൊന്നുമില്ല. നല്ല മനുഷ്യന്മാർ. ഞങ്ങൾ ചോദിച്ചപ്പോൾ കയറിക്കോ നിങ്ങൾ കണ്ടോന്നെല്ലാം പറഞ്ഞ്. ഇതുവരെ ടൂറിസ്റ്റാണ് ഇവിടെ. ഇത് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയത്. ഇത് ഇതിപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് തന്നെ എനിക്ക് തോന്നുന്നു 15 കിലോ 20 കിലോ സാധനം ഉണ്ടാവും. അത്രയ്ക്കും വളർച്ചയാണ് ഈ സാധനം, അത്രയും വളർച്ചയാണ്. ഇത് ചെറുതാണ്, പഴുത്തതില്ല, തിന്നാൻ പറ്റിയായിട്ടില്ല. അപ്പോഴത്തേക്കാണ് സോഫിയാണ് ഓടി നടക്കുകയാണ് അവൾ. ഇത് കണ്ടിട്ട് ആദ്യമായിട്ട് ഇത് വാങ്ങി. നമ്മളോട് 400 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സൈസ് സാധനമാണിത്. അവർ എന്താ ഭംഗി, അമ്പൂ പിടിക്കണ്ട മോശം. ഇത് മൂത്തതൊരു സെക്ഷൻ. അവർ പല സെക്ഷനായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഒരു സെക്ഷനിൽ മൂത്തിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷനിൽ പഴുത്തുണ്ടാവും. അങ്ങനെ ഇതൊക്കെ മൂത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ്ടോ, ഇതൊക്കെ മൂത്ത് ഇതാണ് വെള്ളം ചെയ്തോ, ചുവട്ടിൽ വെള്ളം വീഴുന്നുണ്ട്. അവരങ്ങനെ ചെയ്യുന്നത് ഇതാണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്ടോ, അതൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ ഈ സെക്ഷൻ അവർ മാറിയിട്ട് അത് മൂത്ത് വരുന്നുള്ളൂ ഈ സാധനം. ഇത് നമുക്ക് എത്ര ദൂരം നടന്നാലും നമുക്കത് കണ്ടു തീരില്ല, അത്രയ്ക്കും ഭംഗിയാണ് ഇത് കാണാൻ. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, മുന്തിരി എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോയാലും നമ്മൾ പറയില്ലേ, സെയിമാണ്. അത് ഒരു സ്വർഗം തന്നെയാണ് ഇത് കാണാൻ. ദൈവമേ, എത്ര പറഞ്ഞാലും ഇത് തീരില്ല, അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ. ഞങ്ങളുടെ ഭംഗി എൻ്റെ അമ്മോ, എന്താ പാട്ടറിയാം, അത്രയ്ക്ക് ഭംഗിയാ. ഓ ദൈവം, ഇതൊക്കെ നോക്കട്ടോ. മുന്തിരി ചെടിയല്ലോ ഞാൻ നിങ്ങളത് ശാഖകൾ എന്നുള്ള പാട്ട് ഒരു പാടിപ്പോ നമ്മൾ. ദൈവമേ, അത് അവിടെ ഒരു അമ്മച്ചി ഉണ്ടായി, ഞങ്ങൾ അവരുതാണ് ഈ തോട്ടം. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ നിങ്ങളെല്ലാം കയറിക്കോളൂ കണ്ടോളൂ പറഞ്ഞത്. കാണാ വെച്ചാൽ ഇതൊരു ഭയങ്കര ഇതായി പോയിട്ടോ, ഭയങ്കര എന്താ പറയുക, ഒരു അത്ഭുതം. ഇതുണ്ടോ, ഇതിപ്പോൾ ഒരു അടുത്ത സെക്ഷനാണ് അവരെ. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ചെറുതാണ്, കായായി വരുന്നുള്ളൂ. അങ്ങനെ അവർ സെക്ഷൻ ആയിരുന്നു. ഇത് വളരെ ഇതാണ് മൈന്യൂട്ട് കായ. അപ്പോൾ ഇത് ഒരുമിച്ച് പറിക്കുന്നില്ല, അവർ പല സെക്ഷനായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇതാണ് വളരെ ചെറുതുണ്ടോ. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് കുറച്ചും കൂടെ വലുപ്പമുള്ളത്. അങ്ങനെ അവർക്ക് അത് മൂക്കുന്നതിനനുസരിച്ച് പറിച്ച് വിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇത് കാണണം കേട്ടോ. നമ്മൾ ഗുജറാത്തിലൊക്കെ വരികയാണെങ്കിൽ ഇത് സത്യത്തിൽ ഇത് കാണാതെ പോരുത്, കാരണം അത്രയ്ക്ക് ഭംഗിയാണിത്. എല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. എന്താ ഭംഗിയൊക്കെ. അത് എത്ര നേരം കണ്ടാലും നമുക്ക് മടുപ്പ് വരില്ല, അത്രയ്ക്ക് രസമുള്ള തോട്ടങ്ങളാണ്. ഇത് ഇവിടെ ഒരു ടൂറിസ്റ്റ് കേട്ടോ. ഇതിനകത്ത് കൂടെ യാത്ര ചെയ്യൽ, നടക്കൽ, കാണാനൊക്കെ ഒരു സമ്മതിക്കും. ഞങ്ങളിപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണ്ട്. ഗോതമ്പ് പാടൊക്കെ കാണാനുള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വേഗം പോകാൻ മതി. ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രൂട്ട്സിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് നല്ല ഒരു കാവ്യൊരു വിരുന്നാണിത്. ഇത് സ്ക്വയർ ഫീറ്റിലാണ് ഇവർക്ക് ഇതിന് ബെനിഫിറ്റ് കേട്ടോ. വേണ്ടോ, ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അടുത്ത സ്ഥലത്തുണ്ടോ പിരിവിരോന്ന് ഉണ്ടായിരുന്നുണ്ട്. സൂപ്പർ. ഓ, അപ്പം ഇനി മരുന്നടിക്കാതെ പറഞ്ഞ് പേടിച്ചിട്ടൊന്നും ആരും വാങ്ങി തിന്നാണ്ട് കണ്ടോ. ധൈര്യമായിട്ട് വാങ്ങി തിന്നു. കാരണം വെച്ചാൽ മരുന്നൊന്നും ഇതിനകത്ത് ഇല്ല, ഇവർ ചെയ്യുന്നില്ല.